നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യാത്രാ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും സ്വദേശികൾക്കും വിദേശികൾക്കും നൽകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ പേരും യാത്ര ചെയ്യുന്ന UAE ആണ് പുതിയ നിബന്ധനകൾ നൽകിയിരിക്കുന്നത്. പലരും അവധിക്കാല യാത്രയ്ക്കായും ബന്ധുക്കളെ കാണാനും ദുബായിലേക്കും അബുദാബിയിലേക്കും വരികയാണ്. പല രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് അവരുടെ വിമാനത്താവളത്തിലെത്തിയ ശേഷം യാത്ര അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം പലർക്കും യാത്രാ നിയന്ത്രണങ്ങൾ അറിയുന്നില്ല എന്നത് തന്നെയാണ്. യാത്രാ നിയന്ത്രണങ്ങൾ വിദേശിയായാലും സ്വദേശിയായാലും ഒരുപോലെയാണെന്നാണ് UAE വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ യാത്ര ദുബായിലേക്കാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇവയൊക്കെയാണ്. യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR പരിശോധനാ ഫലം നെഗറ്റീവ് ഹാജരാക്കണം. ഹോം ടെസ്റ്റിംഗ് കിറ്റുകൾ ഉപയോഗിച്ച് കോവിഡ് പരിശോധന നടത്തിയതിന്റെ പരിശോധനാ ഫലം ഹാജരാക്കിയാൽ സ്വീകരിക്കില്ല. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലെ എല്ലാ എമിറേറ്റുകളിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമാണ്. 12 വയസ്സിന് താഴെയുള്ളവരും ഗുരുതരവുമായ വൈകല്യമുള്ള യാത്രക്കാരും PCR പരിശോധന നടത്തേണ്ടതില്ല. ദുബായ് വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണം. പരിശോധനാ ഫലം പോസിറ്റീവ് ആണെങ്കിൽ ക്വാറന്റീനിൽ കഴിയണം. ദുബായ് ഹെൽത്ത് അതോറിറ്റി നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ശക്തമായി പാലിക്കണം. കൂടാതെ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ COVID-19-DXP സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇതുകൂടാതെ അബുദാബിയിലേക്കാണ് യാത്രയെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. ദുബായിലേക്ക് യാത്ര പുറപ്പെടുന്നത് പോലെ തന്നെയാണ് അബുദാബിയിലേക്കും യാത്ര പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. 48 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR പരിശോധനാ ഫലം നെഗറ്റീവ് ഹാജരാക്കണം. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിലും അബുദാബി വിമാനത്താവളത്തിലെത്തുമ്പോൾ കോവിഡ് പരിശോധന നടത്തണം. രാജ്യത്തെത്തുന്നവർക്ക് ക്വാറന്റീൻ ആവശ്യമില്ല. പോസിറ്റീവ് ആയവർക്ക് മാത്രമേ ക്വാറന്റീൻ ആവശ്യമുള്ളൂ. എന്നാൽ അബുദാബിയുടെ ഗ്രീൻ ലിസ്റ്റിലില്ലാത്ത രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ രാജ്യത്തെത്തി 4-ാം ദിവസവും 8-ാം ദിവസവും വീണ്ടും PCR ടെസ്റ്റ് നടത്തണം. വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ എയർപോർട്ടിലെത്തുമ്പോൾ തന്നെ പരിശോധനയ്ക്ക് വിധേയരാകണം. തുടർന്ന് 10 ദിവസം ക്വാറന്റീനിൽ കഴിയണം. 9-ാം ദിവസം വീണ്ടും PCR ടെസ്റ്റ് നടത്തണം. രാജ്യത്തെത്തുമ്പോൾ നടത്തുന്ന PCR പരിശോധന സൗജന്യമാണ്. വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ 9-ാം ദിവസം നടത്തുന്ന പരിശോധനകളും അല്ലാതെ നടത്തുന്ന പരിശോധനകളും സേഹ സ്ക്രീനിംഗ് സെന്ററുകളിൽ സൗജന്യമായി ചെയ്യാം. അല്ലെങ്കിൽ പുറത്തുനിന്നും 50 ദിർഹം ചെലവാക്കി നടത്താവുന്നതുമാണ്. ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ യാത്ര ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.